ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എത്ര കഷ്ടപ്പാടിലും എത്ര നട്ടം തിരിഞ്ഞ അവസ്ഥയിലും എത്ര സകല ദുരിതങ്ങളും വേട്ടയാടുന്ന സമയത്തും രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലെങ്കിൽ ശിവഭഗവാന് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതി. ഭഗവാൻ നിങ്ങളുടെ ജീവിതം മാറ്റും, നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. ഒരുപാട് ആളുകളുടെ ഏറ്റവും ജീവിതത്തിൽ പ്രയോജനം ചെയ്ത ഒരു കാര്യമാണ്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണേലും കടക്കണിയാണേലും അല്ലെ എത്ര വലിയ പ്രശ്നങ്ങളാണേലും ഭഗവാനെ കരഞ്ഞു പ്രാർത്ഥിക്കണം. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കരഞ്ഞു പ്രാർത്ഥിക്കണം. അപ്പോൾ അത് ക്ഷേത്രത്തിൽ ഏത് ദിവസമാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അത് മുഴുവൻ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ ഗുരുവിന്റെ ഒരു രഹസ്യ മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. ഗുരു എന്ന് വെച്ചാൽ ഒരു വ്യക്തിയല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, പ്രപഞ്ച ഗുരു, അതായത് ശിവൻ. അപ്പോൾ ഒരു രഹസ്യ മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഒരു കൃഷ്ണവിദ്യ, ഒരു രഹസ്യ കൃഷ്ണവിദ്യ. നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് അനുകൂലമാക്കി പ്രവർത്തിപ്പിക്കാൻ, അത് ഒരു നിങ്ങളുടെ ഒരു ബോസ്, ആ ബോസിനെ നിങ്ങൾക്ക് അനുകൂലമാക്കണം, ഉപകരിക്കും. ഭാര്യപത്ര ഐക്യത്തിന് ഉപകരിക്കും. അമ്മയും മക്കളും തമ്മിലൊരു ഐക്യം ഉണ്ടാകാൻ ഉപകരിക്കും. അച്ഛനും മക്കളും തമ്മിൽ ഒരു ഐക്യം ഉണ്ടാകാൻ ഉപകരിക്കും. ഏതൊരാപത്തുകളിലും ഈ കൃഷ്ണവിദ്യ പ്രയോജനപ്പെടും. നിങ്ങളെ ആരും സഹായിക്കാനില്ലെങ്കിൽ, നിങ്ങൾക്കൊരു ആപത്തിൽപ്പെട്ടെങ്കിൽ, അല്ലെ നിങ്ങൾക്കൊരു എങ്ങൊന്നും സഹായം കിട്ടുന്നില്ല എങ്കിൽ ഏത് കാര്യവും ഈ കൃഷ്ണവിദ്യ ചെയ്തിട്ട് കൃഷ്ണ ഭഗവാനോട് പറഞ്ഞാൽ ഭഗവാൻ സാധിച്ചു തരും. അത് വീഡിയോയുടെ ഏകദേശം അവസാനമായിട്ടായിരിക്കും പറയുന്നത്. ആവശ്യമുള്ളവർ മുഴുവൻ കാണുക കേട്ടോ, അത് പ്രയോജനം ഉണ്ടാകും. പിന്നെ ഒരു തിരുനെല്ലിയിലെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും വളരെ വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. എടുക്കുന്നത് നന്നായിട്ട് ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് എടുക്കണമെന്നോ ഒന്നും എനിക്ക് ഇല്ല. ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക, അത് പറഞ്ഞേ എടുക്കത്തുള്ളൂ. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഗ്രഹനില, ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഇതൊക്കെ പരിശോധിച്ച് ഒരാളുടെ പല കാര്യങ്ങളും ചെയ്തിട്ട് ഉയർച്ചയില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ അവരുടെ കൈരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷം അനുസരിച്ച് അവർ വിളിക്കേണ്ട ദേവനല്ലേ ദേവത, അത് കൃത്യമായി കണ്ട് വിളിച്ചാൽ തന്നെ, അത് കൃത്യമായി കണ്ട് മനസ്സിലാക്കി ഒരു ദേവതയെ കൂടുതലായിട്ട് വിളിക്കണം. അത് കൃത്യമായി മനസ്സിലാക്കി ഒരു ദേവതയെ തന്നെ കൂടുതലായിട്ട് വിളിച്ചാൽ തന്നെ ജീവിതം അൾട്ടിമേറ്റ് ആയിട്ട് മാറും. അതുപോലെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം. അപ്പൊ അത് എന്ത് മന്ത്രം ജപിക്കണം, എങ്ങനെ വിളിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. ഏത് ദേവതയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. അതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ, ചെയ്യേണ്ട സമയം, ചെയ്യേണ്ട രീതി, ചെയ്യേണ്ട ദിവസം, അതിന്റെ പുറകിലുള്ള രഹസ്യങ്ങൾ. എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും ചൊല്ലിയാൽ ബലം ലഭിക്കണമെന്നില്ല. ഓരോരുത്തരുടെ കൈരേഖയും ഗ്രഹനിലയും അനുസരിച്ച് അവർ ചൊല്ലേണ്ട മന്ത്രങ്ങളുണ്ട്, ചൊല്ലേണ്ട സമയമുണ്ട്, ചൊല്ലേണ്ട രീതിയുണ്ട്, അതിന്റെ പുറകിലുള്ള രഹസ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം ഒന്നും എടുത്ത്, ചിലപ്പോൾ സമയം എടുത്തെന്നിരിക്കും. അതെനിക്ക് തൃപ്തിയായ പരിഹാരം കിട്ടിയിട്ട് ഞാൻ കൊടുക്കത്തുള്ളൂ. അത് പറഞ്ഞാൽ എടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ആവശ്യമുള്ളവരിടുക. വാട്സപ്പിൽ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. കുറേ പെൻഡിങ് വർക്കുകൾ തീർന്നിട്ടില്ല, ഞാൻ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വിഷയത്തിലേക്ക് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. കാരണം വാട്സപ്പ് വഴി എടുക്കുന്ന വർക്കുകൾ തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം, എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന കാര്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ബുക്കിലാക്കി എഴുതി വെക്കണം. ഞാൻ 1000-ലധികം വീഡിയോയിലായിട്ട് ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ, ഒരുപാട് ശിവരഹസ്യങ്ങൾ, ഭദ്രകാളി രഹസ്യങ്ങൾ, ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിലുള്ള പരിഹാരം ഈ 1000 വീഡിയോകളിലുണ്ട്. അതിൽ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബുക്ക് വെച്ച് എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ അത് സൂക്ഷിക്കുക. നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിനും ആരോടും ചോദിക്കാതെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന ശാസ്ത്രവിദ്യകളുണ്ട്, ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ ഏതൊരാളുടെയും പ്രശ്നത്തിനുള്ള പരിഹാരം ആ പുസ്തകത്തിലുണ്ടാകും. ഇത് ഓരോ വീടുകളിൽ നിങ്ങൾ സൂക്ഷിക്കുക.
തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകുമെന്ന് ഞാൻ സംശയമില്ലാതെ പറയുന്നു. ശിവഭഗവാന്റെ, കാരണം ഇതെല്ലാം എനിക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്, എല്ലാം, എവരിത്തിങ്. അപ്പോൾ അത് ഭഗവാന്റെ ഒരു അരുളപ്പാട് സ്വപ്നത്തിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദ്യകളെല്ലാം പറഞ്ഞു തരുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, നിങ്ങൾക്ക് എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകും. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതുപോലെ ആരും ഇത് പറഞ്ഞുതരാത്ത കാര്യങ്ങളായി പറഞ്ഞു തരുന്ന മുഴുവൻ. ഞാൻ പല സന്യാസിവര്യന്മാരിൽ നല്ല പല ആളുകളിൽ നിന്ന് പല വിദ്യകളും സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. ഇനിയും പറയാൻ പോകുന്നത്, നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ 11 ദിവസം, ആ 11 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച തുടങ്ങി 11 ദിവസം, ഇത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. 11 ദിവസത്തെ ചില രഹസ്യങ്ങളുണ്ട്, അതുകൂടെ കേൾക്കണം. അതാദ്യമായിട്ടാണ് പറയുന്നത്. ഈ 11 ദിവസത്തിന് ചില പ്രത്യേക രഹസ്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കി ചെയ്യണം. നേരത്തെ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും പറയാത്ത കാര്യമാണ് ഇന്ന് പറയുന്നത്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ 11 ദിവസം നിങ്ങൾ ഞാനീ പറയുന്ന കാര്യം ചെയ്യുക. അതായത് 11 ദിവസം തുടങ്ങുന്നത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച തുടങ്ങണം കേട്ടോ. ആദ്യമായിട്ടാണ് ഇത് പറഞ്ഞത്. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ 11 ദിവസം രാവിലെ കുളിച്ച് നിർമ്മാല്യം തൊഴുക. നിർമ്മാല്യം തൊഴുമ്പം കരഞ്ഞു പ്രാർത്ഥിക്കണം ഭഗവാനോട്, കരഞ്ഞു പ്രാർത്ഥിക്കണം, ഫലം ഉണ്ടാകും. ഒരു അഘോര മന്ത്രാർച്ചന ചെയ്യുക. കൂവളത്തിലെ കൊണ്ട് ഒരു ഭാഗ്യസൂക്താർച്ചന ചെയ്യുക. ഒരു പാൽപ്പായസം, ഒരു പിൻവിളക്ക്. ഇത് തുടങ്ങുന്നതെന്നും അവസാനിക്കുന്നതെന്നും ഈ പറഞ്ഞ കാര്യം ചെയ്യുക. ബാക്കി എല്ലാ ദിവസങ്ങളിലും നിങ്ങളൊരു അഘോര മന്ത്രാർച്ചന, ഒരു പിൻവിളക്കം മാത്രം ചെയ്യുക. ശ്രദ്ധിച്ച് കേട്ടോണം, ആ ചെയ്യേണ്ട രീതി ചെയ്യണം, അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്തിട്ടൊരു കാര്യമില്ല. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ഇത് ഫലം കിട്ടിയ രീതിയായി പറഞ്ഞിരുന്നത്. ആദ്യ ദിവസം അവസാന ദിവസവും ചെയ്യേണ്ട കാര്യം പറഞ്ഞു തന്നു, അതങ്ങനെ ചെയ്യുക. ബാക്കി വരുന്ന ദിവസങ്ങളിൽ അഘോര മന്ത്രാർച്ചനയും പിൻവിളക്കും മാത്രം. പിൻവിളക്കിന് രസീത് എടുത്താണ് അടക്കി വെക്കുന്നത്. അഘോര മന്ത്രാർച്ചനയ്ക്കും അങ്ങനെ തന്നെ. പിന്നെ കുളിച്ചു നിർമ്മാല്യം തൊഴുക, കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുക, ഭഗവാൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. എത്ര സാമ്പത്തിക കടക്കണിയാണേലും, എത്ര സാമ്പത്തിക ദുരിതമാണേലും, എത്ര കുടുംബ ദുരിതമാണേലും, എത്ര വലിയ പ്രശ്നത്തിന് ഭഗവാൻ പരിഹാരം കണ്ടെത്തി തരും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. എത്ര വലിയ കഷ്ടകാലവും ഭഗവാൻ മാറ്റാൻ നിമിഷ നേരം മതി. ഭഗവാൻ ഭോലേനാഥനാണ്. ഭഗവാനെ എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സെനത്തായിട്ടുള്ള ശക്തിയാണ്. അതിനപ്പുറമില്ല ഇപ്പുറമില്ല. പക്ഷെ നിങ്ങളുടെ ഒരു സമർപ്പണം, നിങ്ങളുടെ ഒരു ഭക്തി, കരഞ്ഞു പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെയും ചിന്തിക്കരുത് ഫലം കിട്ടുമോ, ചെയ്ത ശരിയാവും. സംശയിച്ചാൽ ഫലം കിട്ടത്തില്ല. പിന്നെയും ചിന്തിക്കുന്ന സംശയമുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക, ആ പറഞ്ഞ വഴിപാടുകൾ സമർപ്പിക്കുക, പോരുക. പിന്നെ ഒന്നും ചിന്തിക്കരുത്. ഇങ്ങനെ അടുപ്പിച്ച് 11 ദിവസം. അപ്പോൾ ഇത് പുരുഷന്മാർക്ക് വളരെ എളുപ്പമാണ് ചെയ്യാൻ. സ്ത്രീകൾക്ക് ചിലപ്പം അടുപ്പിച്ച 11 ദിവസം ചെയ്യാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ അവർ ഈ ശുദ്ധം ഇല്ലാത്ത സമയമാണെങ്കിൽ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന ദിവസം അടുപ്പിച്ച് ചെയ്യുക. ബാക്കി ചെയ്യുമ്പോൾ നിങ്ങൾ കൂട്ടി എണ്ണയാൽ മതി. ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ഏതൊരു കാര്യങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടാകാൻ നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. നിമിഷ നേരം കൊണ്ട് തന്നെ ശിവഭഗവാൻ നിങ്ങളുടെ കഷ്ടകാലം, ഭഗവാൻ നിങ്ങളുടെ ഭക്തി, വിശ്വാസം, സമർപ്പണം ഉണ്ടെങ്കിൽ ഭഗവാന് മാറ്റാൻ കഴിയും. ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും. 11 ദിവസം അതിന്റെ കണക്ക് കേട്ടോ. അത് ആത്മാർത്ഥയോടെ ചെയ്താൽ എത്ര വലിയ പ്രശ്നങ്ങൾക്കും ഭഗവാൻ ഒരു പരിഹാരം കണ്ടെത്തും. പക്ഷെ ഭഗവാനെ വിശ്വാസം വേണമെന്ന് സാരം കേട്ടോ. വിശ്വാസമില്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചെയ്യുന്നത് പൂർണ്ണമായിട്ടും കരഞ്ഞു പ്രാർത്ഥിക്കണം ശിവന്റെ മുന്നിൽ. അതാണ് അതിന്റെ രഹസ്യം. ഇനിയും പറയാൻ പോകുന്ന കാര്യം, ഗുരുവിന്റെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഈ മന്ത്രം ജപിച്ചാൽ മതി. ഹൃദയത്തിൽ നിങ്ങളൊരു പ്രകാശം ധ്യാനിച്ച് ഓം ഹ്രീം, ഹായാണ്, കായല്ല. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ഹ്രീമേ ഉള്ളൂ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം ഹ്രീം ശ്രീം ഗുരുഭ്യോ നമ. ഇത് സന്തോഷത്തോടെ ഹൃദയത്തിൽ ഒരു പ്രകാശം ധ്യാനിച്ചു ജപിച്ചാൽ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായി വരും. ഗുരു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ച ഗുരു, സാക്ഷാൽ ഈശ്വരനെ തന്നെ സങ്കല്പിക്കുക കേട്ടോ. ഈശ്വരൻ ഗുരുവായി വരും. അതാണ് അതിന്റെ ഒരു രഹസ്യം. ഏത് പ്രശ്നങ്ങളും, ഏത് ജീവിതത്തിൽ ഒരു വഴി കാട്ടാനും അത് നിങ്ങൾക്ക് ഉപകരിക്കും. ഏത് ആപത്തിലും ഉപകരിക്കും, ഒരു സംശയവും വേണ്ട. ഇനിയും ഈ ഇടത്തു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് മനസ്സിൽ 3 തവണ ജപിക്കുക. മനസ്സിൽ 3 തവണ ജപിക്കുക. എന്നിട്ട് കണ്ണടച്ചു ഉള്ളിൽ കൃഷ്ണനെ ധ്യാനിച്ചു വെറുതെ ഒരു അരമിനിറ്റ് നിൽക്കുക, അല്ലെ ഇരിക്കുക. അപ്പൊ ഈ ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ
ഒന്ന് ശ്രദ്ധിച്ച് ശ്വാസത്തെ എടുക്കുകയോ വിടുകയോ നമ്മൾ അതിനെ നിയന്ത്രിക്കുകയോ ഒന്നും ചെയ്യണ്ട. സാധാരണ രീതിയിൽ എടുക്കുകയും വിടുകയും എല്ലാം അത് ചെയ്തോട്ടെ, നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട. ആ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ണു തുറന്ന് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ എന്ന് മനസ്സിൽ 3 തവണ ജപിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക കാര്യം സാധിക്കണമെങ്കിൽ അത് ഭഗവാനോട് ഒന്ന് അപേക്ഷിച്ച ശേഷം ഒരു കാര്യം അപേക്ഷിക്കാവുള്ളൂ. കണ്ണടച്ച് വെറുതെ ഉള്ളിൽ ആ ഭഗവാൻ കൃഷ്ണനെ ഒന്ന് ധ്യാനിക്കുക. എന്നിട്ട് കണ്ണ് തുറക്കുക. ഇത് ഏതൊരു കാര്യം നേടിയെടുക്കാൻ നല്ലതാണ്, ഭഗവാൻ നടത്തി തരും. ഇത് രാവിലെ കുളി കഴിഞ്ഞ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് അനുകൂലമാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, എവിടെ ഒന്നും ചെയ്യാം. നമ്മുടെ ഇടതു മുക്കിലുള്ള ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ച ശേഷം മനസ്സിൽ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ 3 തവണ ജപിച്ച ശേഷം ഒന്ന് കണ്ണടച്ച് ജസ്റ്റ് ഒന്ന് ധ്യാനിച്ച് വെറുതെ ഉള്ളിൽ ഒന്ന് ധ്യാനിച്ച ശേഷം നമ്മൾ ആ വ്യക്തിയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് വശപ്പെടാൻ ഉപകരിക്കും. ഇത് 1 തവണ ചെയ്തുകൊണ്ടോ 2 തവണ ചെയ്തുകൊണ്ടോ ചിലപ്പം വശമാകണമെന്നില്ല. ഇത് നിങ്ങളെ പലതവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പരിശീലിച്ച് വശമാക്കിയെടുക്കണം. പിന്നെ എപ്പം ചെയ്താലും വശമാകും കേട്ടോ. ഇത് ഏത് കാര്യത്തിനും ഉപകരിക്കാം, ഏത് ആപത്തിനും ഉപകരിക്കാം. ഇത് ഞാൻ പറഞ്ഞ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പല കാര്യത്തിന്, നല്ല കാര്യത്തിന്, നടക്കാത്ത കാര്യങ്ങൾക്ക് പലരും പ്രയോജനപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള ഒരാളെ വാട്സപ്പിൽ ഒരു അനുഭവം ഇട്ടപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത്, അപ്പോൾ ഒരു അനുഭവം ഇട്ടപ്പോൾ അതെനിക്ക് തോന്നി എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ, ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പഴയ വീഡിയോ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. കാരണം പഴയ ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലുമാകും, പുതിയ ആളുകൾക്ക് ഇതൊരു പുതിയ അനുഭവമാകും. അപ്പോൾ ഇത് പറഞ്ഞവർക്കാണെങ്കിലും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം. നിങ്ങൾ ബുക്ക് എഴുതുന്ന കൂട്ടത്തിൽ ഈ വിദ്യയൊക്കെ എഴുതി വെക്കാം നിങ്ങൾക്ക്. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല, ആർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യവുമല്ല. ഇതെല്ലാം ശിവഭഗവാന്റെ ഒരു കൃപ, അനുഗ്രഹം മാത്രമാണ്. അപ്പോൾ ഇത് ആ ഒരു ആത്മീയ ഞാൻ ക്രിയാകുണ്ടലിന്റെ പ്രാണായാമം സ്വീകരിച്ചതാണ്. ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. ഒരുപാട് രഹസ്യ സൂക്ഷ്മ വിദ്യകൾ, പല വിദ്യകൾ ചെയ്യുന്നതാണ്. അതെല്ലാം ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തുള്ളൂ. സാധാരണ ഒന്നും ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നവരോ പ്രഭാഷണം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആത്മീയ വേല ചെയ്യുന്നവരോടോ ചിന്തയിൽ പോലും വരത്തില്ല ഇത്തരം ശിവവിദ്യകൾ. കാരണം ഇത് ഒരുപാട് നിഗൂഢതകളുണ്ട് ഇതിനകത്ത്. നമ്മൾ ആ ഭഗവാനെ ശ്വാസത്തിലാണ്, ഓരോ ശ്വാസത്തിലും ഭഗവാനാണ്. മാത്രമല്ല ഞാൻ നിങ്ങൾക്കൊരു വിദ്യ പറഞ്ഞു തന്നു. കൈലാസത്തിലുള്ള ശിവലിംഗത്തെ ധ്യാനിച്ച് അതിൽ നിന്നൊരു നീലപ്രകാശം വരുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് ആ പ്രകാശം നിങ്ങളുടെ സഹസ്രാരത്തിലേക്ക് ഉച്ചിയിലേക്ക് വന്ന് പിന്നെ ആ നീലപ്രകാശം നിങ്ങളുടെ ചക്രാസിലെല്ലാം വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിച്ച് കണ്ണ് തുറന്ന് ശിവോഹം 3 തവണ ജപിച്ചിട്ട് ജസ്റ്റ് കണ്ണടച്ച് ഒന്നും ചിന്തിക്കാതെ ഉള്ളിലുള്ള നീലപ്രകാശത്തെ ധ്യാനിച്ചിരുന്നിട്ട് ഇടതുകാലം വെച്ച് എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് വളരെ പ്രശസ്തരായ ആളുകൾ വരെ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് വർക്കുകളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് പ്രൊഫഷൻ ചെയ്താലും, ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു ഹീലർ ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിക്കോട്ടെ, ഒരു സിനിമ ആയിക്കോട്ടെ, ഒരു നാടകമായിക്കോട്ടെ, ഒരു അഭിനയമായിക്കോട്ടെ, ഒരു രാഷ്ട്രീയമായിക്കോട്ടെ, നിങ്ങളിലേക്കെല്ലാം ആകർഷിക്കപ്പെടും. ഇത് കിടക്കപ്പായിരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെ എത്രയോ വിദ്യകൾ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ കിട്ടിയ, അല്ലെ ആ വലിയ ഋഷി പരമ്പരയുടെ അനുഗ്രഹം കൊണ്ട്, പുണ്യാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കാര്യങ്ങളാണ്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊരു ബുക്കിൽ എഴുതി വെച്ച് നിങ്ങളുടെ വീട്ടിൽ അത് സൂക്ഷിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ തലമുറകളിലുള്ള എല്ലാവർക്കും ആ ഒരു ബുക്കിൽ നോക്കിയാൽ എല്ലാ ജീവിതത്തിലുള്ള പരിഹാരങ്ങളും ഉണ്ട്. 1000 വീഡിയോകളിലൂടെ. ഇപ്പം നാളെ എന്നല്ല എന്താണെന്ന് അറിയത്തില്ല, ഞാൻ എൻ്റെ ഒരു ഗുരു എപ്പോഴാണോ എന്നെ വിളിക്കുന്നത് ആ സമയം ഞാൻ ആ ഒരു രീതിയിലേക്ക് പോകും, പൂർണ്ണമായിട്ട് അതിലേക്ക് പോകും. ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് ഹിമാലയത്തിലുള്ള തപസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ ആ ഒരു അനുഭവം ഉണ്ടായാൽ ഞാൻ ആ വഴിക്കങ്ങ് പോകും. പിന്നെ എനിക്കിതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇത് എത്ര നാളെ എന്നില്ല, അത് എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ക്രിയായോഗ ചെയ്യുന്നു, പക്ഷെ ഞാൻ എന്തെങ്കിലും എൻ്റെ ഗുരുവിൻ്റെ അനുഭവം എൻ്റെ മുന്നിൽ വരുമ്പോൾ പിന്നെ എനിക്ക് ഈ വിഷയങ്ങളൊന്നുമില്ല. അതുവരെയുള്ള പറച്ചിലും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അതെന്താണ് ഗുരുവാ തീരുമാനിക്കുന്നത്. ഞാൻ ആ വിദ്യ എന്നും ചെയ്യുന്നുണ്ട്, ചില അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ ഇനി ഇതുപോലെ
ഇതുപോലെ ഈ ഒരു കാര്യവും ഇത്ര വിശദമായിട്ട് ഇത്ര രഹസ്യങ്ങൾ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. എത്ര ആളുകൾ വന്നാൽ ഈ ഭൂമിയിലേക്ക് ആരും ഇതുപോലെ ഇത്ര വിശദമായിട്ട് ഇത്ര ആത്മാർത്ഥമായിട്ട് ഇതുപോലെയുള്ള രഹസ്യങ്ങൾ, അത് ഭദ്രകാളി രഹസ്യമാണേലും മുരുക രഹസ്യമാണേലും ശരനൂൽ വിദ്യയാണേലും ശിവരഹസ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ആരും പറഞ്ഞു തരത്തില്ല. ശരനൂൽ വിദ്യകളാണേലും ഞാൻ പറഞ്ഞു തരുന്ന ഓരോ ശരനൂൽ വിദ്യ എത്രയോ ആളുകളുടെ ജീവിതം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ബുക്കിൽ എഴുതി വെക്കുക. ഒരു വലിയ ബുക്കാണെങ്കിലും കുഴപ്പമില്ല, ഒരു ഗ്രന്ഥം പോലെ. അത് നിങ്ങളുടെ വീട്ടിൽ തലമുറകളായിട്ട് സൂക്ഷിക്കാം. എല്ലാത്തിനുള്ള പരിഹാരം ഈ 1000 വീഡിയോകളിൽ ഉണ്ട്. സർവ്വ കാര്യത്തിനുള്ള പരിഹാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പറഞ്ഞു, വലിയ കടലാടി കൊണ്ട് നമശിവായ ജപിച്ച് വീട്ടിൽ കത്തിച്ചു വെക്കാൻ. വീട്ടിലെ എല്ലാ ദോഷങ്ങളും മാറും. ഏറ്റവും നിഗൂഢമായ വിദ്യകൾ അതൊക്കെ. ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു തരുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് വില അറിയത്തില്ല, പക്ഷെ നാളെ എപ്പോഴെങ്കിലും നിങ്ങൾ അതിന്റെ വില നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഇത് ആരെങ്കിലുമൊക്കെ ചെയ്ത അനുഭവങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ഒരു അനുഭവങ്ങൾ ഉണ്ടായവർ അത് പറയുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഏറ്റവും രഹസ്യമായ പല കാര്യങ്ങളുമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് ഞാൻ ഈ ശിവഭഗവാന്റെ പാദത്തിൽ തന്നെ എല്ലാം സമർപ്പിക്കുന്നു. ഈ തിരുനെല്ലി പോയി വയനാട് ബലിയിടുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾ എപ്പം വേണമെങ്കിലും അവിടെ എന്നും ബലിയുണ്ട്. നിങ്ങൾ പോകുമ്പം തലേ ദിവസം ഒരിക്കലെടുക്കണം. 2 ദിവസം ഒരിക്കലെടുത്തു. അതിന് മുമ്പ് 2 ദിവസം മുമ്പ് തൊട്ട് ഒരിക്കലെടുക്കണം. ഒരിക്കലെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ചോറുണ്ടാ, വെള്ളം കുടിക്കുക. രാവിലെയും വൈകിട്ടും അരിയല്ലാത്ത ചപ്പാത്തി, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം, വെള്ളം കുടിക്കുക. അങ്ങനെ ഒരിക്കലെടുക്കുക. ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ മാത്രം ചെയ്താൽ മതി. മരുന്ന് കഴിക്കുന്നവർ ഒരിക്കലൊന്നും എടുക്കേണ്ട, ആഹാരം കഴിക്കാം, പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ഒരിക്കലെടുക്കുക. 2 ദിവസം മുമ്പേ എടുക്കണം. എന്നിട്ട് നിങ്ങൾ തിരുനെല്ലിയിൽ പോയി ആ 2 ദിവസം നിങ്ങൾ ഓം നമോ നാരായണായ എപ്പോഴും ജപിക്കുക. മനസ്സിൽ വാഗൊണ്ടും ഒക്കെ ജപിക്കാം. ആരെയും കുറ്റം പറയരുത്, ആരെയും ദുഷിക്കരുത്, ആരെക്കുറിച്ച് മോശമായി ചിന്തിക്കരുത്, ആരുടെയും സ്വാതന്ത്ര്യത്തെ ഇടപെടരുത്, ആരെയും കളിയാക്കരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആർക്കും ഉപദ്രവം വരുന്ന ആരുടെ മനസ്സ് വിഷമിപ്പിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ 2 ദിവസം ഓം നമോ നാരായണായ ജപിച്ച് നിങ്ങൾ ഒരിക്കലെടുത്ത്, ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ഒരിക്കലെടുത്ത് തിരുനെല്ലി പോയി ഒന്ന് ബലിയിട്ട് നോക്കിക്കേ. ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഭഗവാൻ നൽകും. സകല പിതൃദോഷവും മാറും. അവിടെ ബലിക്ക് തുച്ഛമായ പൈസയേ ഉള്ളൂ. എത്രയോ രൂപകൾ നിങ്ങൾ പിതൃദോഷം മാറ്റാൻ വേണ്ടി എന്തെല്ലാം പൈസ കൊണ്ടക്കളയുന്നു. തുച്ഛമായ തുകയേ ഉള്ളൂ. അവിടെ പിന്നെ യാത്രാക്കൂലി മാത്രമേ ആകത്തുള്ളൂ. പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വീട്ടിൽ നിന്ന് ഭക്ഷണവും വെള്ളവും, ഏത്തപ്പഴവും ബ്രെഡും വെള്ളവും ഒക്കെ എടുക്കാം. ചായക്കടയിൽ കയറി കഴിച്ച് പോകരുത്, ഒരു ഫലം കിട്ടത്തില്ല. വെളിയിൽ നിന്ന് ഭക്ഷണം കഴിവതും ഒഴിവാക്കുക. പിന്നെ കുറച്ച് ചില്ലറ കരുതണം. അവിടെ ഓരോ ഉപദേവനും അല്ലെ ഓരോ ക്ഷേത്രത്തിൽ വിടാൻ വേണ്ടി. പിന്നെ അവിടെ ആദ്യം ചെല്ലും മഹാദേവന്റെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ നെയ്വിളക്ക് തെളിയിച്ചിട്ട് തിരുനെല്ലിയിൽ പോയി ബലിയിടാവുള്ളൂ. ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുന്നത്. കാരണം ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്തവർക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. വളരെ തുച്ഛമായ പൈസയേ ആകത്തുള്ളൂ. പോകുന്ന ചെലവും വണ്ടിക്കൂലിയും മാത്രമേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. ശരിയായിട്ട് ചെയ്താൽ ആ ഒറ്റ കാര്യം മതി ജീവിതം മാറാൻ. കാരണം പിതൃപ്രീതിക്ക് അത്ര പ്രാധാന്യമുണ്ട്. 1000 ഹോമങ്ങൾ ചെയ്തിട്ട് പോലും ഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ പിതൃപ്രീതി കൊണ്ട് ഫലം ഉണ്ടാകും. പിതൃക്കൾ ഈശ്വരതുല്യത തന്നെയാണ് കേട്ടോ. എൻ്റെ അത് യാതൊരു സംശയം വേണ്ട. പിന്നെ ഒരു കാര്യം കൂടെ ജസ്റ്റ് പറഞ്ഞു നിർത്തുകയാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ എല്ലാവരും ഈ മേക്കപ്പ് കൂടുതലായിട്ട് ചെയ്തു ആഡംബരം ഒരുങ്ങി നടക്കുന്ന. അത് വളരെ നല്ലത് തന്നെയാണ്, മോശം കാര്യമൊന്നുമല്ല. പക്ഷേ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരുങ്ങുന്നതും മേക്കപ്പ് ചെയ്യുന്നതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന പല കുട്ടികളുമാണേലും ഭയങ്കരമായ മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്ന കാണാം. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സൗന്ദര്യം അത് ഇത്ര മണിക്കൂറുകൾ ഉള്ള അതിൻ്റെ ആയുസ്. അല്ലെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന് അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ടാവും. നമ്മളെങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ നമ്മളെ കാണുകയാണെങ്കിൽ നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നമ്മൾ ആ നാച്ചുറലായിട്ട് എങ്ങനെയാണോ ആ രീതിയിൽ നമ്മളെ മറ്റുള്ളവർ കാണട്ടെ. അങ്ങനെ നമ്മൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ അങ്ങ് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ആ ഒരു എനർജി എന്നും നമ്മൾക്ക് ഉണ്ടാകുകയും ചെയ്യും. നമ്മളെ കാണുന്നവർക്കും ആ എനർജി പകർന്നു കിട്ടുകയും ചെയ്യും. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നതെല്ലാം വളരെ മണിക്കൂറുകൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് ആത്മവിശ്വാസം വളർത്തത്തില്ല. നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലെ ആ ആത്മവിശ്വാസത്തെ, നമ്മളെ കൂടുതൽ ശക്തമാക്കുന്നതും ഒരു പോസിറ്റീവായുള്ള ഒരു എനർജി വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മളെന്താണോ അതായിട്ട് നമ്മൾ നിലനിൽക്കാൻ ശ്രമിക്കുക. അത് നമ്മളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വളർത്താനും പോസിറ്റീവായിട്ടുള്ള എനർജി ക്രിയേറ്റ് ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാനും അത് ഉപകരിക്കും എന്നുള്ളതാണ്.
എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. മേക്കപ്പ് ചെയ്യുന്നതൊന്നും മോശമാണെന്നല്ല പറഞ്ഞത്, ഇപ്പോൾ ഓവർ മേക്കപ്പാണ് പലപ്പോഴും. അതുകൊണ്ടൊക്കെ തോന്നുന്നത് ആകർഷണീയത ഉണ്ടാകുന്നതാണ്. മണിക്കൂറുകളേ ഉള്ളൂ, അത് കഴിയുമ്പോൾ പഴയ പോലെ ആകും. അപ്പം നമുക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഒരിക്കലും ആത്മവിശ്വാസം അത് കൂടുതലായിട്ട് ഉണ്ടാകുകയല്ല അവിടെ ചെയ്യുന്നത്. പക്ഷെ നാച്ചുറലായിട്ട് നമ്മൾ പെരുമാറുക, നമ്മൾ നാച്ചുറലായിട്ട് ചിരിക്കുക, നാച്ചുറലായിട്ട് സംസാരിക്കുക, നാച്ചുറലായിട്ട് മേക്കപ്പ് ഇല്ലാതെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുക. അപ്പം കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, സന്തോഷം, അതാണ് എന്നും നിലനിൽക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ല തള്ളിക്കളയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.